നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ പാലക്കാടിൻ്റെ MLA ഒക്കെ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഇവനെ പോലെ ഒരു വായി നോക്കിയെ തിരഞ്ഞെടുത്ത് പാലക്കാടുകാരെ പറഞ്ഞാൽ മതി. ഇവനാണ് പറഞ്ഞു നടന്നത് കഴിഞ്ഞ ആഴ്ചയൊക്കെ തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റിയത്. സത്യം പറഞ്ഞാൽ നിന്നെ തിരഞ്ഞെടുത്ത പാലക്കാടുകാർക്കാണ് ഏറ്റവും വലിയ തെറ്റുപറ്റിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ട്രാൻസ് വുമൺ ഉൾപ്പെടെ ഇവൻ്റെ പ്രവർത്തകൻ്റെ മകളെ, ഇവൻ്റെ നേതാവിൻ്റെ മകളെ, പിന്നെ ഇവൻ്റെ സുഹൃത്തായ നടിയെ എത്ര കേസാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുമോ, 1, 2, 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ. പുറത്ത് വരണം. കാര്യം ഇവൻ്റെ അഹങ്കാരവും ഇവൻ്റെ കുന്തളിപ്പൊക്കെ ഇതൊന്നും അല്ലായിരുന്നു. അന്നേരം എത്രയൊക്കെ പറഞ്ഞാലും ഇത് പുറത്ത് വന്ന് ഇവനെ ശിക്ഷിക്കണം. അതിനിവിടുത്തെ ഇടതുപക്ഷം ഭരണം അവരത് ചെയ്യുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സായാലും ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ശിക്ഷയൊക്കെ അനുഭവിച്ച് അകത്ത് കിടക്കേണ്ടി വന്നാൽ 30 ദിവസമായി കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം പോകുന്ന ഒരു പരിപാടി. മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രിസ്ഥാനം പോകുന്ന ഒരു പരിപാടിയെക്കുറിച്ച് 31ാമത്തെ ദിവസം ഈ സ്ഥാനം പോകുന്നതിനെക്കുറിച്ചാണ് അതുമായി ബന്ധപ്പെട്ട ബില്ലാണ് വന്നത്. അതുപോലെ തന്നെ ഈ MLA സ്ഥാനം ഉണ്ടല്ലോ, ഇവനെ ഇപ്പോൾ വായി നോക്കിയിട്ട് MLA സ്ഥാനം പോകണം. ഇവൻ ഈ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാത്രം ഇവൻ സ്വമേധയെ രാജിവെച്ചാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇവൻ സ്വമേധയെ എന്ത് രാജിവെക്കാനാണ്? ഒന്നുമില്ല, കളഞ്ഞിട്ട് പോടാ. നീ കത്യം പറഞ്ഞ രാഷ്ട്രീയത്തിലേ കാണാൻ പാടില്ല. അത്രയ്ക്കും വൃത്തികെട്ടവനാണ് നീ. സുരേഷ് ഗോപിയെ, അതുപോലെ തന്നെ എത്രയോ പേരെ എന്തൊക്കെയാണ് നീ പറഞ്ഞേക്കുന്നത്. നിൻ്റെ ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ നീ ഏതാണ്ട് എന്തോ വലിയ സംഭവം. ഇവൻ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് സീറ്റ് കൊടുത്തുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കാതിരിക്കുക എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവിടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇവനെപ്പോലുള്ള വായി നോക്കികളൊക്കെ തിരഞ്ഞെടുക്കാതിരിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. ഇത്രയും കണ്ടല്ലോ. ഇപ്പോൾ തെളിവ് സഹിതം വന്നിട്ടുണ്ട്. 1, 2 ഒന്നും അല്ല. നമ്മുടെ ചാനലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഒരു പെണ്ണിനെ ലൈംഗികമായി ഉപയോഗിച്ച് അതിനകത്ത് ഇവനൊരു കുഞ്ഞുണ്ടായി. അത് അബോർട്ട് ചെയ്യാൻ ഇവൻ പ്രേരിപ്പിക്കുകയും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഫുള്ള് വന്നിട്ടുണ്ട്. പിന്നെ എന്നാലോചിച്ചു, ട്രാൻസ് വുമണിനെ ഇവനെ പീഡിപ്പിക്കണം. ഇപ്പോൾ ഇന്ന് വൈകിട്ട് വന്നൊരു വാർത്തയാണ് ട്രാൻസ് വുമണിനെ അവനെ പീഡിപ്പിക്കണം എന്നുള്ള. ഇവൻ്റെയൊക്കെ അസുഖം എന്നാലോചിച്ചു. ഇവനെ ഒത്താശ ചെയ്യുന്നതോ ഷാഫി പറമ്പിൽ. അവനാണ് ഇവനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം ഇവനെല്ലാം ഇതിൻ്റെ ആൾക്കാരാണ്. ഇവരെല്ലാം ഇതിൻ്റെ ഒന്നാന്തരം ആൾക്കാർ. ഇവനെയൊക്കെ പിന്നെയും തിരഞ്ഞെടുത്ത് വിടുന്ന നാട്ടുകാരെ പറഞ്ഞാൽ. എന്തായാലും ഇവന് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനവും അവൻ്റെ എല്ലാ സ്ഥാനവും പോട്ടെ. അവനെയൊക്കെ പിടിച്ചകത്തിടണം, വായി നോക്കി മറ്റവനെയൊക്കെ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.